ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വണക്കം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടന്റെ ഒരു പടത്തിന് പോസിറ്റീവ് അഭിപ്രായങ്ങളൊക്കെ കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരിനെ കുറിച്ചാണ് പറയുന്നത്. നേരിന്റെ ഈ ഒരു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ കിട്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെകുത്താൻ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ അതിനെക്കാളും നല്ലത് നമ്മുടെ ലാലേട്ടന്റെ ഓൺലൈൻ ശത്രു എന്ന് പറയും. അദ്ദേഹം കുറച്ച് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേര് റിലീസ് ചെയ്യുന്നതിന്റെ തലേ ദിവസം മുതൽ അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അറിയാലോ. ഒരു ലാലേട്ടന്റെ പടത്തെക്കുറിച്ച് വരുമ്പോൾ പടത്തെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേഴ്സണൽ അദ്ദേഹത്തെക്കുറിച്ച് മുഴുവനുമായിട്ട് അദ്ദേഹം ചെകുത്താൻ നെഗറ്റീവായിട്ടാണ് വരുന്നത്. എന്താ പറയാ, നേര് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞത് നേര് ഒരു ഫ്ലോപ്പ് ആയിരിക്കും, നേര് ഹിറ്റ് ആവത്തില്ല, ലാലേട്ടന്റെ കൂറ് അഭിനയമായിരിക്കും, മറ്റായിരിക്കും മറിച്ചായിരിക്കും എന്ന് പറഞ്ഞിട്ട് നേര് റിലീസ് ചെയ്യുന്നതിന് തലേ ദിവസം മുതൽ തുടങ്ങിയതാണ്. റിലീസ് ചെയ്തു, കുറച്ച് പോസിറ്റീവ് അഭിപ്രായം കിട്ടിയപ്പോൾ പറഞ്ഞു അത് ഫാൻസുകാർ തള്ളി മറക്കുകയാണ്, ഇതിൽ പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, 2 ദിവസം കഴിയുമ്പോൾ ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്ന് കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ് പടം ഫ്ലോപ്പ് ആയിരിക്കും. പിന്നെ നമ്മുടെ കൊക്കിന്റെ അഭിപ്രായം വരുന്നത് രാത്രിയിലാണല്ലോ, അതും കൂടെ വന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഇതോടുകൂടി നേര് പൊട്ടി പാളിസായി കച്ചവടം തീരുമെന്നാണ് പറയുന്നത്. പിന്നെ അതിന്റെ പിറ്റേ ദിവസം വന്നിട്ട് കൊക്ക് ഒരു പോസിറ്റീവ് ഇട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കൊക്ക് പോസിറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ മാത്രം പടം ഹിറ്റാകുമോ, മറ്റേത് അങ്ങനെ മറിച്ചതാണ്. പിന്നെ ജിത്തു ജോസഫിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടകത്തിന്റെ മുന്നിൽ ഒരു ക്യാമറ കൊണ്ടുവച്ചാൽ അല്ലെങ്കിൽ വീഡിയോ കൊണ്ടുവച്ചാൽ ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ ആയിരിക്കും ജിത്തു ജോസഫിന്റെ സിനിമ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ജിത്തു ജോസഫിന്റെ സിനിമ കണ്ടിട്ടുമില്ല, ലാലേട്ടന്റെ പണ്ട് കുറച്ച് പഴയ പടങ്ങൾ കണ്ടിട്ടുണ്ട്, അല്ലാതെ ഈ അടുത്ത കാലത്തൊന്നും ലാലേട്ടന്റെ പടങ്ങൾ കണ്ടിട്ടില്ലെന്നാണ് നമ്മുടെ ചെകുത്താൻ പല വീഡിയോസിലും പറയാറുള്ളത്. അപ്പം ജിത്തു ജോസഫിന്റെ പടം കാണാത്ത ഒരാൾ പെട്ടെന്ന് തന്നെ മോഹൻലാൽ ഉള്ളതുകൊണ്ട് ജിത്തു ജോസഫിനെയും അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ വേറെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു നടന്റെ ഡയറക്ടറായി ജിത്തു ജോസഫ് മാറിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പം ഇഷ്ടപ്പെട്ടനെ. അങ്ങനെ കുറെ നെഗറ്റീവ് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ച് കുറേ യൂട്യൂബ് ചാനൽ, അതായത് യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ സീക്രട്ട് ഏജന്റ്, ഇറ്റ്സ് മീ കൈസ് പോലത്തുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട്. എനിക്കൊന്ന് പറയാനുള്ളത്, ഇത് ചെകുത്താൻ്റെ ഒരു നമ്പറാണ്. അദ്ദേഹം ഒരു മോഹൻലാൽ ഏറ്റവും മാത്രമല്ല, അദ്ദേഹം മോഹൻലാൽ എന്ന നടനെ വെറുക്കുന്നത് പോലെ തന്നെ വ്യക്തിയെയും വെറുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പണ്ട് കുറേ നാളുകൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മോഹൻലാലിനെ കുറിച്ച് കുറേ ബാഡായിട്ടൊക്കെ ഇങ്ങനെ ചെകുത്താൻ്റെ ശൈലിയിൽ തന്നെ കുറേ കമൻറ്റുകളൊക്കെ ഇട്ട് ലാലേട്ടൻ ഫാൻസിൽ നിന്നും കുറേ ഇടിയൊക്കെ പഞ്ഞിക്കെട്ടാന്ന് തോന്നുന്നു, ഇടിയൊക്കെ വാങ്ങിച്ച് ലാലേട്ടൻ ഫാൻസ് ഇങ്ങനെ കൊണ്ട് കുറച്ച് മാപ്പൊക്കെ പറയിപ്പിച്ചതാണ്. അദ്ദേഹം ഗൾഫിൽ എവിടെയോ ഏതൊരു രാജ്യത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അതിനുശേഷം മാപ്പെല്ലാം പറഞ്ഞ ശേഷം വീണ്ടും ഒരു വൻ തിരിച്ചുവരവ് നമ്മുടെ ചെകുത്താൻ നടത്തിയായിരുന്നു. സെയിം അതേ പാറ്റേണിൽ തന്നെ മോഹൻലാലിനെ വിമർശിച്ചു. നടൻ എന്ന രീതിയിൽ നമുക്ക് വിമർശിക്കാം, വ്യക്തിപരമായിട്ടും അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ വിമർശനം കേൾക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുമല്ലോ. ഇപ്പോൾ ഒരാളെക്കുറിച്ച് ഇഷ്ടമല്ലാത്ത ഒരാളെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അതിനെ വിമർശിക്കാനും അല്ലെങ്കിൽ അതിനെ കേൾക്കാനും ഇഷ്ടപ്പെടാനും അതിനെ നെഗറ്റീവ് പറയാനൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങനെ ചെകുത്താൻ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ട് വരുമായിരുന്നു. അങ്ങനെയാണ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ചെകുത്താൻ നമ്മുടെ ഗൾഫ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലാവുമ്പോൾ വരുമാനം വേണമല്ലോ. അതിനുവേണ്ടി ഇപ്പോൾ അങ്ങേര് ചെയ്യുന്ന ഒരു പ്രധാന ജോലിയാണ് യൂട്യൂബർ. ഈ യൂട്യൂബ് വഴി അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ആൾക്കാർ വന്നാലേ അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാകാൻ പറ്റത്തുള്ളൂ. അപ്പം മെയിൻ ഒരു ഉപാധിയാണ് ലാലേട്ടൻ തന്നെ. ലാലേട്ടനെ വിറ്റ് ജീവിക്കുക. ലാലേട്ടനെ രണ്ട് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ മതി, ആൾക്കാർ ആ നെഗറ്റീവ് കേൾക്കാനും ആൾക്കാർ വരും. കൂടാതെ അതിനെ ചീത്ത വിളിക്കാനായിട്ട് കുറേ മോഹൻലാൽ ഫാൻസ് വരും. അങ്ങനെ റീച്ച് കൂടുകയാണ്. ഇപ്പം തന്നെ ഈ ഒരു ഇഷ്യൂ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ നോക്കിയാൽ ഒരു 10 വീഡിയോസ് തന്നെ അടുപ്പിച്ച് ലാലേട്ടൻ്റെ കുറിച്ചാണ്. അത് കാണാനും ഇഷ്ടപ്പെടാനും എന്താ പറയുക, ലാലേട്ടനെ കുറ്റം പറയുന്നത് കേൾക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ലാലേട്ടനെ കുറ്റം പറഞ്ഞത് കേട്ടുകൊണ്ട് അതിനെ തെറി വിളിക്കാനായിട്ടും കുറേ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ തന്നെ ഇടുമ്പോൾ കുറേ യൂട്യൂബേഴ്സ് എടുത്ത് ഇതിനെ പ്രതികരിക്കുമ്പോൾ ചെകുത്താൻ്റെ ചാനലിന് റീച്ച് കിട്ടുകയാണ്. ചെകുത്താൻ ഒരു പ്രൊമോഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കാതെ തന്നെ യൂട്യൂബേഴ്സ് വഴി ചെകുത്താൻ്റെ ചാനലിന് റീച്ച് കിട്ടുകയാണ്. ചെകുത്താനെ ചീത്ത വിളിക്കാനായാലും ആൾക്കാർ ഈ ചാനലിൽ വന്ന് കാണും, ചെകുത്താൻ്റെ ചാനലിൽ വന്ന് കാണും. അതുപോലെ മോഹൻലാലിനെ കുറ്റം പറഞ്ഞ് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, അവരും ഈ ചാനലിൽ വന്ന് കാണും. അങ്ങനെ റീച്ച് കിട്ടി അങ്ങനെ വരുമാനം ഉണ്ടാക്കുകയാണ്. ഈ യൂട്യൂബേഴ്സ് എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ചെകുത്താൻ ചെയ്യുന്ന ഈ വരുമാനം കിട്ടുന്നതുകൊണ്ട് യൂട്യൂബേഴ്സ് അതിനെ ഒരു കണ്ടന്റ് ആക്കിയിട്ട് ചെകുത്താനെ എതിർത്ത് പറയുമ്പോഴും അവർക്കൊരു വരുമാനമാണ്. എന്തിനു പറഞ്ഞു, ഞാൻ തന്നെ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് ചെകുത്താൻ്റെ എല്ലാ വീഡിയോയും കണ്ട് എൻ്റെ ഒരു കാഴ്ച കാരണം അദ്ദേഹത്തിന് ആ വരുമാനം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിന് ചെകുത്താൻ്റെ ഈ ഒരു കണ്ടന്റ് എടുത്ത് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നു. അപ്പോൾ എനിക്കും വരുമാനത്തിന് വേണ്ടി മാത്രമാണ്, അല്ല എനിക്ക് ചെകുത്താനെ ഇഷ്ടമല്ലഞ്ഞിട്ടോ അല്ലെങ്കിൽ മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമുണ്ട് മോഹൻലാലിനെ കുറ്റം പറയുന്നത് ചെകുത്താനെ ഇതിന് വിമർശിച്ച് പൈസ ഉണ്ടാക്കാൻ ആ സ്നേഹം കൊണ്ടൊന്നുമല്ല, വരുമാനം ഇത്രയേ ഉള്ളൂ. അല്ലാതെ വരുമാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് എത്ര പേര് 1-2 വീഡിയോ ആയിരിക്കും. ചെകുത്താനെ വിമർശിച്ച് ഇടാനും അല്ലെങ്കിൽ ചെകുത്താനെ വിമർശിക്കാനും ലാലേട്ടനെ കൊണ്ട് പറ്റുന്നതും
ലാലേട്ടൻ്റെ ഉപാധി പൈസ ഉണ്ടാക്കാനുള്ള അങ്ങനെ ഉള്ളു. അല്ലാതെ പണ്ട് ലാലേട്ടനൊന്ന് ഫാൻസുകാർ ഇങ്ങനെ ഇച്ചിരി പഞ്ഞിക്കിട്ടെന്ന് പറഞ്ഞാൽ ദേഷ്യം വെച്ച് അദ്ദേഹം പറയാനുള്ള മാക്സിമം ചെകുത്താൻ പറയാനുള്ള മാക്സിമം ചെകുത്താൻ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ച്. ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് വരുമാന മാർഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ചെകുത്താൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, അങ്ങനൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വിമർശിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ വിമർശിക്കുന്നു, അത് കേൾക്കാനും ഇഷ്ടപ്പെടാതിരിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു ഇതില്ല. ഒരാളുടെ വഴിപാടാണ്. അപ്പം അങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. അതുകൊണ്ട് ആരും ചെകുത്താനെ ട്രോളി വീണ്ടും വേറൊരു യൂട്യൂബർ വന്ന് എന്നെ പോലെ വരുമാനം ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇതൊരു എന്താ പറയുക, എല്ലാം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു കളി. അതിലേറ്റവും സൂത്രശാലിയായ ഒരാളാണ് നമ്മുടെ ചെകുത്താൻ. ചെകുത്താനിൽ നിന്നാന്ന് തോന്നുന്നു ഈ ഒരു പരിപാടി. ആരെങ്കിലും കുറിച്ച് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടുക. റീച്ചാണ് നമ്മൾ നല്ലൊരു പോസിറ്റീവ് പറഞ്ഞതിനെക്കാട്ടും നല്ലത് നെഗറ്റീവ് പറഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ റീച്ച് കിട്ടുന്നത്. അപ്പോൾ നെഗറ്റീവ് പറഞ്ഞ് യൂട്യൂബിൽ റീച്ച് കിട്ടി എല്ലാവരും വലുതാവുക. അതാണ് ഈ ഒരു ചെകുത്താനിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ.